ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാനസയും കൊണ്ട് കൺമണിയും കൃപയും കൂടെ സ്റ്റേജിലേക്ക് വരുവാണ്. ആ സമയം മാനസ ഡ്രസ്സിൽ തട്ടി വീഴാൻ തുടങ്ങുമ്പം കൺമണി വേഗം കുനിഞ്ഞ് ഡ്രസ്സ് ശരിയാക്കി കൊടുക്കും. ആ സമയം കൺമണിയുടെ കഴുത്തിൽ കിടക്കുന്ന താലി പുറത്തേക്ക് വരുന്നുണ്ട്. മാനസയും ബാക്കിയുള്ളവരും കാണാതെ കൺമണി വേഗം തന്നെ ആ താലി ഒളിപ്പിച്ചു വെക്കും. അങ്ങനെ മാനസയെ അവർ സ്റ്റേജിൽ കൊണ്ടുവന്നിരുത്തും. ഈ സമയം വരുൺ അങ്ങോട്ട് വരുന്നുണ്ട്. സ്റ്റേജിൽ നിൽക്കുന്ന കൺമണിയെ വരുൺ താഴെ നിന്ന് കുറേ തവണ കൈ കാണിക്കുന്നുണ്ട്, കൺമണി കൺമണി എന്ന് വിളിച്ച്. പക്ഷേ കൺമണി അത് കാണുന്നില്ല. കൺമണിയുടെ അമ്മായിമാർ ഇത് കാണുന്നുണ്ട്. അവർ മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വരുണിൻ്റെ അടുത്ത് നിന്നിട്ട് പറയും, കൺമണിയെ വിളിക്കേണ്ട മോനെ, അവൾ ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല. ഇന്നലെ രാത്രി അവൾ കൃഷ്ണൻ്റെ ഒപ്പം ആയിരുന്നു, ഒരുപാട് താമസിച്ചാണ് എത്തിയത്, എവിടെ പോയതാണെന്ന് ആർക്കറിയാം. ഇതെല്ലാം കേൾക്കുമ്പോൾ വരുണിന് ദേഷ്യം തോന്നും. ആ സമയമാണ് മാനസ വരുണിനെ കണ്ട് കൺമണിയോട് പറയുന്നുണ്ട്, ദേ കൺമണി വരുൺ വന്നേക്കുന്നതെന്ന്. അന്നേരമാണ് കൺമണി വരുണിനെ കാണുന്നത്. അവൾ വേഗം വരുണിൻ്റെ അടുത്തേക്ക് ചെല്ലും. വരുൺ അവളെയും കൊണ്ട് മാറ്റി നിർത്തിയിട്ട് പറയും, കൺമണി ഇന്നലെ നീ എന്താ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാഞ്ഞത്, എനിക്കത് തീരെ ഇഷ്ടമായില്ല. കൺമണി പറയും, ഞാൻ ആകെ തിരക്കിലായിരുന്നു അതുകൊണ്ടാ. വരുൺ പറയും, ആയിക്കോട്ടെ, എന്നാലും എൻ്റെ കോള് കണ്ടപ്പോഴെങ്കിലും തിരിച്ച് വിളിക്കായിരുന്നല്ലോ. കൺമണിക്ക് അതിന് ഉത്തരവൊന്നും കിട്ടില്ല. വരുൺ പറയും, സാരമില്ല പോട്ടെ, ഇനി ഇത് ആവർത്തിക്കരുത്, നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നവരല്ലേ ഇപ്പം. അന്നേരം ഒരാൾ വിളിക്കുമ്പോൾ അടുത്ത ആൾ എടുക്കുകയല്ലേ വേണ്ടത്. സാരമില്ല പോട്ടെ, ഇനി ഇങ്ങനെ ചെയ്യാതിരുന്നാൽ മതി എന്നും പറഞ്ഞ് കൺമണിക്കൊരു ഗിഫ്റ്റ് കൊടുക്കും. ഇതെന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും, ആഹാ, സ്നേഹിക്കുന്ന പെണ്ണിന് ഒരു ഗിഫ്റ്റ് തരുമ്പം എന്താന്ന് ചോദിക്കുവാണോ, തുറന്നു നോക്ക്. കൺമണി അത് തുറന്നു നോക്കുമ്പോൾ ഒരു സാരിയാണ്. വരുൺ പറയും, വേഗം ഈ സാരി പോയി എടുത്തിട്ട് വാ, എന്നിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. കൺമണി പറയും, അത് വരുൺ, ഞാനിപ്പോൾ എടുത്തേക്കുന്നത് മാനസ മേഡം തന്നതാ, ഇത് മാറിക്കഴിഞ്ഞാൽ മാനസ മേഡത്തിന് ഇഷ്ടമാവില്ല. മാനസ മേഡത്തിന് വിഷമമാകും. വരുൺ ചോദിക്കും, അന്നേരം എൻ്റെ വിഷമമൊന്നും അല്ലേ, മാനസ മേഡത്തിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ. കൺമണി പറയും, അതിലും നന്നായി വരുണിനോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. വരുൺ പറയും, ശരി ആയിക്കോട്ടെ. വേറൊരു ദിവസം കൺമണി ഇത് കൊടുക്കണം. ആ സമയമാണ് കൃപ അങ്ങോട്ട് വന്ന് പറയും, ഹായ് വരുൺ, ആ കൺമണി നീ ഇവിടെ നിൽക്കുവാണ്, അങ്ങോട്ട് വാ, അവിടെ ചടങ്ങ് തുടങ്ങാൻ സമയമായെന്നും പറഞ്ഞ് കൺമണിയുടെ കയ്യിലിരിക്കുന്ന കവറ് വാങ്ങി കൃപ അവിടെ വെച്ചിട്ട് കൺമണിയെ കൂട്ടിപ്പോവും. വരുണിന് അത് കാണുമ്പോൾ ദേഷ്യവും സങ്കടവും എല്ലാം തോന്നും. കൺമണി സ്റ്റേജിൽ ചെന്ന് നിൽക്കും. അവളുടെ മനസ്സ് അവിടെ എങ്ങും അല്ല. മാനസയാണെങ്കിൽ കൃഷ്ണനോട് കൂടുതൽ സംസാരിച്ച് അവനോട് അടുത്തിരിക്കുവാണ്. കൃഷ്ണനും അതൊന്നും ഇഷ്ടമാവുന്നില്ല. വരുണും ആകെ ദേഷ്യവും സങ്കടത്തോടെയാണ് താഴെ ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൺമണി വന്ന് വരുണിൻ്റെ അടുത്തിരിക്കും. അത് കാണുമ്പോൾ വരുണിന് ഒരുപാട് സന്തോഷമാവും. കൺമണി മനസ്സില്ലാ മനസ്സോടെ അവനെ ചിരിച്ച് കാണിക്കും. അങ്ങനെ എൻഗേജ്മെൻറ്റിൻ്റെ സമയമായി. എല്ലാവരെയും അത് അറിയിച്ച് സാഗറും മാനസയുടെ അച്ഛനും കൂടി അവർക്ക് മോതിരം കൊടുക്കും, പരസ്പരം കൈമാറാൻ. ആ സമയം പോലീസ് അങ്ങോട്ട് വരും. നിർത്ത്, മോതിരം മാറാൻ വരട്ടെ. എല്ലാവരും എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതിരിക്കുമ്പോഴത്തേക്കും പോലീസ് പറയും, കല്യാണച്ചെറുക്കൻ പോസ്കോ കേസിലെ പ്രതിയാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടും. പോലീസ് പറയുന്നുണ്ട്, ഒരു മംഗളകർമ്മത്തിന് സാക്ഷിയാവാനാ നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് നിയമം നടപ്പിലാക്കിയേ പറ്റൂ. പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ് ഈ കല്യാണച്ചെറുക്കൻ. എല്ലാവരും ഒന്ന് സഹകരിക്കണം. കുറ്റവാളിയെ ഞാൻ കൊണ്ടുപോകും. അതും പറഞ്ഞാൽ അവർ സ്റ്റേജിലേക്ക് കയറി ചെല്ലും. കൃഷ്ണനെ കണ്ട് അവർ ചോദിക്കും, അത് ശരി, നീയായിരുന്നോ കൃഷ്? കൊള്ളാം, ഇനിയിപ്പം സംശയിക്കാനൊന്നുമില്ല. നിലവിൽ 2-3 തവണ ഞാൻ കസ്റ്റഡിയിലെടുത്ത ആളാ. ഇനിയിപ്പോൾ എത്ര കേസുകൾ പുറകെ വരുന്നുണ്ടെന്ന് കണ്ടറിയാം. കൃഷി പറയും, ദേ എന്നെപ്പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. മാന്യതയുള്ളവർക്കല്ലേടോ മാനനഷ്ടം ഉണ്ടാവുള്ളൂ. ഒരു പാവ പെണ്ണിനെ ശല്യം ചെയ്തതിൽ തന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടില്ലേടോ. മനസ്സ് പറയും, മാഡം, ഞാനാണ് കൃഷിന്റെ വധു, മാഡത്തിന് എന്തോ തെറ്റുപറ്റിയതാ. ഇത്തരത്തിലൊരു കേസിൽ കൃഷി ഒരിക്കലും ഉൾപ്പെടില്ല. പോലീസ് പറയും, കുട്ടിയെ ഞാൻ കുറ്റം പറയുന്നില്ല. ഏറ്റവും അടുപ്പമുള്ളവരുടെ സ്വഭാവം വൈകിയേ നമുക്ക് മനസ്സിലാവൂ. രക്ഷപ്പെട്ടെന്ന് കരുതിക്കോ. വേറെ നല്ലൊരാളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കേ. എന്തായാലും ഞാൻ ഇയാളെ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് കൃഷ്ണന്റെ കയ്യിൽ പിടിക്കുമ്പോൾ സുജി പറയും, അയ്യോ വേണ്ട മാഡം, ഞാനത് സമ്മതിക്കില്ല. എൻ്റെ മോനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അവർ പറയും, നിങ്ങളുടെ ഈ മോനെ വേറൊരു സ്ത്രീയുടെ മാനം കവർന്നേക്കുവാ. സാഗർ പറയും, മാഡം ഈ ചടങ്ങൊന്ന് തീർന്നോട്ടെ, അതിനുശേഷം കൃഷിയുമായിട്ട് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നോളാം. അവർ പറയും, അതൊന്നും പറ്റില്ല. അമ്മായിമാർ ഇതെല്ലാം കണ്ട് രസിച്ചിരിപ്പുണ്ട്. മനസ്സയുടെ അച്ഛൻ ചോദിക്കും, സാഗർ എന്താ ഇവിടെ നടക്കുന്നത്? കൃഷിനെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. ആരാ പരാതി നൽകിയത് എല്ലാം ഞങ്ങൾക്ക് അറിയണം. അവർ പറയും, സ്റ്റേഷനിൽ വന്നാൽ മതി, എല്ലാം ഞാൻ അറിയിച്ചു തരാം, വാ നടക്ക്. കൃഷ്ണനെ കൊണ്ട് അവർ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് കൺമണിയെ കാണുന്നത്. അവൾ പറയും, മാഡം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടേ കൊണ്ടുപോകാൻ പറ്റൂ. അവർ ചോദിക്കും, കൺമണി നീയോ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? മാഡം, ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതാ. പരാതി തന്നത് ആരാണെന്ന കാര്യത്തിൽ എനിക്ക് ചില ഊഹങ്ങളുണ്ട്. ആരാ പരാതി തന്നത്? അവർ പറയും, അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. കൺമണി ചോദിക്കും, ഇഷി എന്നൊരു കുട്ടിയാണോ പരാതിക്കാരി? അതെ, നിനക്കറിയാവോ ഈ പരാതിക്കാരിയെ? കൺമണി പറയും, അറിയാം.
എന്തായിരുന്നു അവളുടെ പരാതി? അവർ പറയും വളരെ മുന്നേ കൃഷ് നിഷയെ ഉപദ്രവിച്ചിരുന്നു, അതിൽ കേസെടുക്കണമെന്ന് ഇന്ന് രാവിലെയാണ് പരാതിപ്പെട്ടത്. കൺമണി പറയും പരാതിപ്പെടും, അവൾ ഇന്ന് രാവിലെ തന്നെ പരാതിപ്പെടും. ഇന്നലെ രാത്രി നടന്നൊരു സംഭവം മാഡം കാണണം. അതും പറഞ്ഞ് ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് നിഷിയും കൃഷിയുമായിട്ടുണ്ടായ കാര്യങ്ങളെല്ലാം കൺമണി വീഡിയോ കാണിച്ചു കൊടുക്കും. അതെല്ലാം കണ്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. പോലീസുകാർ ചോദിക്കും ഇതെന്താ കൺമണി നടക്കുന്നത്? കൺമണി പറയും ഞാൻ പറയാം മാഡം, കൃഷ് സാറിനെ കൊണ്ട് നിഷിയെ വിവാഹം ചെയ്യിപ്പിക്കാൻ വേണ്ടി നിഷിയും അവളുടെ അമ്മ സംഗീതയും കൂടെ നടത്തിയ ഗൂഢാലോചനയാണ് ഇതെല്ലാം. അവരുടെ പ്ലാൻ ഞാൻ ഒളിച്ചു നിന്ന് കേട്ടു. അതും പറഞ്ഞ് അതുവരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം കൺമണി അവരോട് പറയുന്നുണ്ട്. കൺമണി പറയും അവർ ഇന്നലെ രാത്രി തന്നെ ഇവിടുന്ന് പോവുകയും ചെയ്തു. മാനസ മേഡത്തിനെയും ആന്റിയമ്മയും ഞാൻ കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നു. സാഗർ സാറിനോടൊക്കെ ചടങ്ങ് കഴിഞ്ഞ് പറയാമെന്ന് കരുതി. പോലീസ് പറയും കൺമണി ഈ വീഡിയോ നീ എനിക്ക് അയച്ചു തരണം. നിങ്ങൾക്ക് അവർക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കാം. പിന്നെ ഈ ചടങ്ങിനിടയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയതിൽ സോറി. സാഗർ പറയും സാരിയില്ല മാഡം, ഇത് നിങ്ങളുടെ ഡ്യൂട്ടി അല്ലേ, അത് ഞങ്ങൾക്ക് മനസ്സിലാവും. പോലീസ് പറയും ഒരുപാട് പ്രതികളെ പിടിക്കാൻ ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ആളാ കൺമണി. പ്രതികളുടെ രേഖാചിത്രം വരയ്ക്കാൻ ഞങ്ങളെ വിളിക്കുന്നത് ഈ കൺമണിയാ. പറയുന്ന ആളുടെ അടയാളങ്ങൾ വെച്ച് കൺമണി വരയ്ക്കുന്ന ചിത്രങ്ങൾ ഫോട്ടോയെക്കാളും സൂപ്പറാ. അമ്മായിമാർക്ക് അതൊന്നും കേട്ട് ഇഷ്ടാവത്തില്ല. വരുണിന് ഇതൊക്കെ കേൾക്കുമ്പോൾ കൺമണിയെ ഓർത്ത് നല്ല അഭിമാനം തോന്നും. പോലീസ് പറയും ഇനിയിപ്പം കൺമണി പോലീസിന്റെ സഹായമല്ല, പോലീസ് തന്നെ ആയിരിക്കുക. ഞങ്ങൾക്ക് പോലും ചിലപ്പം ഇത്രയും നല്ലൊരു ഓപ്പറേഷൻ നടത്താൻ സാധിച്ചെന്ന് വരത്തില്ല. സാഹസികമായി തന്റെ ജീവൻ തന്നെ പണയം വെച്ച് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നല്ലൊരു ദൗത്യം ഏറ്റെടുത്ത് നിർവഹിച്ചിരിക്കുന്നു. ചെറിയ കയ്യടി അല്ല കൺമണിക്ക്, വലിയ കയ്യടി തന്നെ കൊടുക്കണം. അത് കേട്ട് എല്ലാവരും കൈയടിക്കുന്നുണ്ട്. സാഗർ പറയും മാഡം പറഞ്ഞത് സത്യവാ, കൺമണി ഇല്ലായിരുന്നെങ്കിൽ ഈ ചടങ്ങ് ഇവിടെ നടക്കില്ലായിരുന്നു. എന്നാൽ ചടങ്ങ് നടക്കട്ടെ. കൺമണിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് അറിഞ്ഞു. വിവാഹം ഞങ്ങളെ എല്ലാം അറിയിക്കണം. സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും വരും താലികെട്ട് കാണാൻ. അത് കേട്ട് കൺമണിയുടെ മുഖം മങ്ങുമെങ്കിലും വരുണിന് സന്തോഷമാകും. അപ്പൊ ശരി മോളെ, മിസ്റ്റർ സാഗർ ഞങ്ങൾ ഇറങ്ങട്ടെ. അതും പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങും. സുജിയും സാഗറും അവളെ ചേർത്ത് പിടിച്ച് നന്ദി പറയും. ഇനിയിപ്പം വൈകിക്കണ്ട, നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം അല്ലേ സാഗർ? മാനസയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ സാഗർ അത് സമ്മതിക്കും. അന്നേരം കൺമണിയുടെ മുഖം മാറും. കൃഷും ദേഷ്യത്തിലാണ്. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.